ഹായ് കൂട്ടുകാരെ, നമുക്ക് കുറച്ച് സസ്യങ്ങളുടെ പേര് അവയുടെ ചിത്രങ്ങളും പരിചയപ്പെട്ടാലോ? തവളകൾ മഴക്കാലത്ത് വയ്ക്കുന്ന കുമലുകളാണ് ഇവ. ഇവ ചെറുതും വലുതുമായി ഉണ്ടാകും. ഇതാണ് അടക്ക കായായി പിടിക്കുന്ന സസ്യം കവുങ്ങ്. നമ്മൾ വാഴ എന്ന് പറയും. വാഴക്കൊല പിടിക്കും. ഇതിലും വാഴക്കൊല പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെന്ന് തോന്നുന്നു. തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടികളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കുരുമുളക് ചെടിയാണ് ഇത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകാണ് ഈ ഒരു സസ്യത്തിൽ കായായി പിടിക്കാറ്. തൊട്ടാൽ ചൊറിയുന്ന വൻ ഭീകരമായ ഒരു ചേനയാണ്. ഇതിൻ്റെ അടിയിലാണ് കായ ഉണ്ടാവുക. ഇത് ഒരില സസ്യമാണ്. ഒരില മാത്രമാണ് ഇതിലുണ്ടാകുക. ഇതാണ് മഞ്ഞൾ. രാജ്ഞിമാരൊക്കെ തേച്ചു കുളിക്കുന്ന ഒരു നല്ല സസ്യം. ഇതൊരു വൈദ്യ സസ്യമാണ്. ഇത് മുരിങ്ങയില. ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഇതാണ് മുരിങ്ങ. കാഴ്ചശക്തിക്ക് നല്ലതായ ഒരു സസ്യമാണ് ഈ ഒരു മുരിങ്ങ ഇല. കറി വയ്ക്കുന്നവരും ഉണ്ട്. മഴക്കാലത്ത് നമ്മൾ വെള്ളം വീഴുന്നത് നോക്കി ആസ്വദിക്കാറുള്ള താളില. വെള്ളം വീഴുമ്പോൾ വാട്ടർ പ്രൂഫ് പോലെ ഇതിൽ വെള്ളം കൊള്ളില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് സപ്പോട്ട. വവ്വാലുകളെ ആകർഷിക്കുന്ന ഒരു ഫലമാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഒരുപാട് സപ്പോട്ടകൾ പിടിക്കും. ഈ മരത്തിൻ്റെ പേരും സപ്പോട്ട എന്ന് തന്നെയാണ്. ഇത് കപ്പക്ക എന്ന് പറഞ്ഞു വരുന്ന പപ്പായ. ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും. അതിനുശേഷം അത് കപ്പക്കയായി മാറും. മഴക്കാലത്ത് ഇതുകൊണ്ട് രസിച്ചു കളിക്കാം. മഴ പെയ്യുന്നത് പോലെ ഉണ്ടാകും. ഇത് കുരുമുളകല്ല, ഇത് നല്ല പറങ്കി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പറങ്കി. വലിയ പറങ്കികൾ ഉണ്ടാകുന്ന ഒരു സസ്യമാണിത്. ഔഷധ സസ്യമെന്നും അറിയപ്പെടുന്ന തുളസിയാണിത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകാം. ഇത് അരിനെല്ലിക്ക. ഇതിൻ്റെ തണ്ടിലാണ് നെല്ലിക്കകൾ പിടിക്കാറ്. പക്ഷെ ഇതിൽ പിടിച്ചിട്ടില്ല. ഇത് നിറയെ അരിമണി പോലെ ആണ് പിടിക്കാറ്. പിടിച്ചാൽ ഒരു കുല മുഴുവൻ പിടിച്ചിരിക്കും. നമുക്ക് പിടിച്ചാൽ ഇതിൻ്റെ തണ്ട് കാണാൻ സാധിക്കില്ല. അത്രയും അരിനെല്ലിക്കകൾ പിടിച്ചിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. ഇതാണ് ചീര. പച്ചച്ചീര, ചുവന്ന ചീര എന്നിങ്ങനെ 2 തരത്തിൽ ചീരകളുണ്ട്. അതിൽ പച്ച ചീരയാണിത്. ഇതിൻ്റെ വിത്തായാണ് നമ്മൾ ഈ ഒരു തരി സാധനം ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കറുപ്പ് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ കറുപ്പില്ല, കാരണം ഇത് പാകമായി വരുന്നത്രേ. ഇതാണ് നമ്മളുടെ സ്വന്തം മാമ്പഴത്തൈ. വിഷുക്കണിയാകുമ്പോൾ മാങ്ങകൾ പിടിക്കാറുള്ള മാങ്ങ മരം എന്നറിയപ്പെടുന്ന മാംഗോ ട്രീ. അധികവും കാണാത്ത മൈലാഞ്ചി ഇലയാണ്. ഇത് അരച്ച് മൈലാഞ്ചി തേച്ചാൽ കയ്യിൽ ഇതുപോലെ ഉണ്ടാകാം. ഇത് നല്ല ഒരു സസ്യമാണ്. അത് കഴിഞ്ഞാൽ
നമ്മൾ ലൗലോലിക്ക എന്ന് പറഞ്ഞറിയപ്പെടുന്ന ഈ സസ്യത്തിൽ ഒരു ചെറിയ ചുവന്ന മുത്തുകൾ പോലെ കായകൾ പൂത്തു നിൽക്കും. അതാണ് ലൗലോലിക്ക എന്നറിയപ്പെടുന്ന ഫലം. അത് കഴിക്കാൻ നല്ല മധുരവും പുളിയും എല്ലാം അടങ്ങിയ ഒരു ഫലമാണ്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഫലമാണത്. എല്ലാ നാടുകളിലും കാണപ്പെടുന്ന കറിവേപ്പിലയാണിത്. ഈ കറിവേപ്പിലയിൽ ഒരുപാട് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പനിക്കെല്ലാം വെള്ളമാക്കി കുടിക്കുന്നത് കൊണ്ട് ആണ് എന്ന് തോന്നുന്നു ഇതിന് പനിക്കൂർക്ക എന്ന് പേര് വന്നത്. ഒരുപാട് പടരുന്ന സസ്യമാണിത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പനിക്കൂർക്ക പടർന്ന് കാണുക എന്ന്. നേരത്തെ കണ്ടതുപോലെ ഉള്ള ഒരു പനിക്കൂർക്കയുടെ ചെറിയ സസ്യമാണ് ഇത്രയും വലിയ ഒരു സസ്യമായി പടർന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും ഇതെല്ലാം പനിക്കൂർക്ക തന്നെയാണോ എന്ന്. എന്നാൽ ഇതെല്ലാം പനിക്കൂർക്ക തന്നെയാണ്. ഒറ്റ തൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഗ്രോ ബാഗ്, അതിൻ്റെ അകത്തു നിന്നാണ് ഇത്രയും വലിയ പനിക്കൂർക്ക ചെടി വളർന്നിരിക്കുന്നത്. ഇതാണ് റോസാപ്പൂ. റോസാപ്പൂ പൂക്കൾ പിടിക്കുന്നത് കൊണ്ടാണ് ഇതിന് റോസാപ്പൂ എന്ന് പേര് വന്നിരിക്കുന്നത്. മുള്ളുകളാൽ ഉള്ള ഈ ഒരു സസ്യത്തിന് കൈ പോലും വെക്കാൻ നമുക്ക് വേദനിക്കും. ഇനി അടുത്തത് ഇതാണ് 10 മണി. നല്ലൊരു ചെറിയ ചെറിയ പൂക്കളാണിത്. ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകും. ഇത് മുല്ല, സുഗന്ധത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന മുല്ല. ഇതിന് നിറയെ ചോണനുറുമ്പുകൾ വന്ന് കൂടുകെട്ടും. കാരണം ഇതിൻ്റെ ഗന്ധം അത്രയും ഒരു നല്ല ഗന്ധമാണ്. ഇത് ഒരു വള്ളിച്ചെടി കൂടിയാണ്. നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.